ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് വലിച്ചു വാരി കൊണ്ടുവന്ന് വെക്കുകയാണ് കിച്ചണിൽ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കൂടെ ഇപ്പോൾ തിന്ന് തീർക്കാനുള്ളതാണെന്ന്. അല്ല, ഇത് ഒരു 1.5 മാസത്തേക്ക് കുത്തിപ്പിടിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ കുറച്ച് റാസ്ബെറി പിന്നെ ബ്ലൂബെറി ഫ്രോസൺ ആയിട്ട് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂബെറി. അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും, പക്ഷേ എനിക്ക് എല്ലാ ദിവസവും എപ്പോഴും കണ്ടിന്യൂസ്ലി ആയിട്ട് എനിക്കിത് കഴിക്കാനൊന്നും പറ്റില്ല, എത്ര ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് നല്ല നാടൻ എന്താ പറയുക സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ ഒന്നും കഴിക്കാതൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് തികയില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ വൃത്തികെട്ട ശീലമൊക്കെ ഉണ്ട്. വൃത്തികെട്ട ശീലമൊന്നുമല്ല, നല്ല ശീലമൊക്കെ തന്നെയാണ്. പണ്ട് കാലത്തൊക്കെ മനുഷ്യന്മാരൊക്കെ നല്ല കഴിച്ച് എത്ര കുഴപ്പം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നട്ട്സുകൾ വാങ്ങിച്ചത്. എൻ്റെ കയ്യിലുള്ള നട്ട്സുകളെല്ലാം കാലി കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടാവുന്ന നട്ട്സുകളെല്ലാം നോക്കി കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല്, പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചെത്തി എടുത്ത് നോക്കുമ്പോഴേക്കും അത് പഴുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പഴുത്തത് തന്നെ മുറിച്ച് വെച്ച് ഞാൻ വാങ്ങിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ചെറിയ ഉള്ളി കഴിഞ്ഞായിരുന്നു ഓഫ് കോഴ്സ്, അപ്പോൾ ചെറിയ ഉള്ളി വാങ്ങിച്ച് കൂട്ടി. പിന്നെ കുറച്ച് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഉണക്കമുന്തിരി, പിന്നെ പിസ്ത, അങ്ങനെ അല്ലാതെ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടൊരു ഡബ്ബയ്ക്കകത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ച് ഇങ്ങനെ എടുക്കാറാണ്. അപ്പോൾ ആദ്യം തന്നെ പാലൊക്കെ തിളപ്പിച്ച് ഇവിടെ ഞാൻ കുറച്ച് പൈനാപ്പിള് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ ഒരു 4-5 പീസ് എടുത്തിട്ട് ജ്യൂസ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നീര് മാത്രം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് എനിക്കൊന്നുമില്ല, എനിക്ക് കുറച്ച് പൈനാപ്പിൾ ഭ്രാന്തുണ്ട്. അപ്പോൾ ഇത് പിസ്ത ഞാൻ 250 ഗ്രാമിൻ്റെ ഒരു മെഷർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു 250 ഗ്രാമിലാണ് എടുക്കുന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി 250 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ 250 ഗ്രാമിൻ്റെ സാധനം പാക്കറ്റിലുണ്ടായിരുന്നില്ല. കള്ളന്മാർ കണ്ടോ പറ്റിച്ച്. ഞാൻ ചിയാ സീഡും ഫ്ലക്സ് സീഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിലേക്ക് മിക്സ് ചെയ്യുന്നില്ല. അത് ഞാൻ വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. കാരണം ആവശ്യത്തിനനുസരിച്ച് വെക്കുമല്ലോ. ഇപ്പം ഞാൻ ചിയാ സീഡ് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. ഇപ്പം അങ്ങ് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളൂ. സാധാരണ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെക്കാതെ കഴിക്കരുതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നട്ട്സുകളെല്ലാം അതിനകത്ത് ഇട്ടു. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് കുറേ സർക്കസൊക്കെ കാണിക്കും. അതെല്ലാം കൂടെ തരിപ്പണമായിട്ട് നിലത്ത് പോവും. പിന്നീട് അതെല്ലാം കൂടെ കുത്തിപ്പറിക്ക് വീണ്ടും അങ്ങനെ എല്ലാം കൂടെ വീണ്ടും നേരാക്കി അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു പാക്കറ്റും കൂടെ അവിടെ കാലിയിട്ട് കണ്ടത്. ഞാനത് പൊട്ടിച്ചിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതും തുറന്ന് അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ചെറിയൊരു കണ്ടെയ്നറിൽ കുറച്ച് പാലും പിന്നെ മ്യൂസ്ലി ഇട്ട് അതിലേക്ക് കുറച്ച് ഹണി പിന്നെ കുറച്ച് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കരുത്. ഒരുപാടൊന്നും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാലങ്ങ് വിരിഞ്ഞു പോവും. ഞാൻ പാലോട്ടല്ല, ഞാൻ സെർവ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള നട്ട്സും പിന്നെ റാസ്ബെറീസും ബ്ലൂബെറീസും ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അയ്യോ, പാല് പൊന്തിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ തിളച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം. ഓപ്ഷനിലാണ്, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ലൈവ് കാണാറുണ്ട്. കർണാടകയിൽ നമ്മുടെ അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു 8ാമത്തെ ദിവസമാണ്. ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഞാനിപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തണേ, ജീവനോടെ കണ്ടെത്തണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അതൊരു ഭയങ്കര സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ എല്ലാ സമയവും ഇത് തന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് എല്ലായിടത്തും ഞാൻ നോക്കി ഇരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറ, കണ്ടു കിട്ടിയെന്ന് പറ എന്നുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ. എന്താ കണ്ടു കിട്ടാത്തതെന്നുള്ളൊരു ഇറിറ്റേഷനും ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വീട്ടുകാരുടെ അവസ്ഥക്കാലേക്കും ഭയങ്കര ടെൻഷനുണ്ട്. സോ നമുക്ക് പ്രാർത്ഥിക്കാം.
പിന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. പല സ്ഥലത്തും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ട്. അതിപ്പോൾ കർണാടകയിൽ മാത്രമല്ല, നമ്മൾ സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കഥ കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ സ്കൂൾ ജീവിതം അവിടെ തൃശ്ശൂരിൽ എന്നെ ബാബുജി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് ചേർത്തിരുന്നത്. ഒരുപാട് കുഞ്ഞായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് അസീന. ഷീസ് ആക്ച്വലി ആ ടൈമിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവളുടെ വീട് അവിടെ തൊട്ടടുത്തായിരുന്നു. ഞാൻ അവളുടെ വീട്ടിൽ പോകും, അവൾ എൻ്റെ വീട്ടിലേക്ക് വരും. കൂടുതൽ നല്ല അടിപൊളി ഒരു ലൈഫായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും സ്കൂൾ മാറ്റിയിട്ട് ലോട്ടസ് എന്നൊരു സ്കൂളിലേക്ക് ആയെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ LKG ബാബുജി സ്കൂളിൽ, UKG ലോട്ടസ് എന്ന് പറഞ്ഞ സ്കൂളിൽ. അവിടെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കുഞ്ഞായിരുന്നപ്പോൾ പഠിക്കും. അപ്പോൾ അരമണ്ഡലം നിൽക്കുമ്പോൾ അരമണ്ഡലത്തിൽ നിന്ന് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ അവിടുത്തെ ടീച്ചർ മുട്ടുന്ന സാധനം കൊണ്ട് പലകയുടെ മുട്ടിയില്ല, അതെടുത്തുകൊണ്ട് എൻ്റെ കാലിൻ്റെ കണ്ണി നോക്കി അറിയാം. അന്ന് ഞാൻ കുഞ്ഞല്ലേ, UKG എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കുഞ്ഞാ. അപ്പോൾ എൻ്റെ കാലിൻ്റെ കണ്ണിക്ക് അറിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയൊക്കെ അനുഭവിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കാരണം പിന്നീട് എൻ്റെ ഡാഡി അവിടെ പോയിട്ട് ചീത്തൊക്കെ പറഞ്ഞു ടീച്ചറിനെ. എൻ്റെ ഡാൻസ് ക്ലാസ്സൊക്കെ അങ്ങനെ നിന്നു. അവിടെ ഞാൻ UKGയിൽ അവിടെ ചേർന്നപ്പോഴാണ് എനിക്ക് വേറൊരു ഫ്രണ്ടും കൂടെ കിട്ടിയത്, സ്നിജ. അവളും അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ 2 പേരും നല്ല ഫ്രണ്ട്സുകളായിരുന്നു. ഞങ്ങൾ 3 പേരും നല്ല ഫ്രണ്ട്സുകളായിരുന്നു. പിന്നീട് എൻ്റെ ഡാഡി കുറേ കുരുത്തക്കേടിൽ വീടിൻ്റെ പുറകു വശത്ത് ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് അതിനകത്തും കുറേ ഞങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട്, കുട്ടികൾ കുറച്ച് കുറവായിരുന്നു ആ സ്കൂളിൽ. കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ വന്നായിരുന്നു. എൻ്റെ ഡാഡി പല സമയത്തും പലതരം ബിസിനസ്സുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കടക്കാർ വന്നിട്ട് തെറി വിളിക്കുന്നത് എൻ്റെ മമ്മീനായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്നെ സെൻറ്റ് പോൾസ് സ്കൂളിൽ, കുരിയച്ചിറ സെൻറ്റ് പോൾസ് സ്കൂളിലാണ് എന്നെ ചേർത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഓർമ്മകളൊന്നുമില്ല. കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു എൻ്റെ വീട്ടിൽ നടക്കുന്ന പല സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ പഠനകാര്യങ്ങളും കോളേജ് കാര്യങ്ങളും ഓർമ്മിക്കാനുള്ള സമയം എനിക്കുണ്ടായിട്ടില്ല. കാരണം അതായിരുന്നു അവസ്ഥ. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫ് ഇത്രയായിരുന്നു. പിന്നീടാണ് ഞാൻ മലപ്പുറത്തേക്ക് വന്നത്. അവിടെ ഞാൻ പഠിച്ചത് തിരൂർ ഫാത്തിമ. പിന്നീട് കല്ലിങ്ങൽപ്പറമ്പ് സ്കൂളിലേക്ക് മാറി. കല്ലിങ്ങൽപ്പറമ്പ് സ്കൂള് +2 വരെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പ്രൈവറ്റായിട്ട് വുമൻസ് കോളേജിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം ഞാൻ മൾട്ടിമീഡിയ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.